രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒരാശയക്കുഴപ്പവുമില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. UDF കൺവീനർ എന്ന നിലയിൽ രാഹുലിനെതിരെ ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന നിരവധി ആളുകൾ സഭയിലുണ്ട്. അവർക്ക് ലഭിക്കേണ്ട നീതി രാഹുലിനും ലഭിക്കണം. രാഹുലിന്റെയും അവകാശങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കപ്പെടേണ്ടതുണ്ടെന്നും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടി. പാർട്ടി രാഹുലിന് ഒപ്പമാണെന്നും പാർട്ടിയിൽ തിരഞ്ഞെടുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും എല്ലാവർക്കും നീതി ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരോപണ വിധേയരായവർ സഭയിലുണ്ട്. രാഹുലിനെ മാത്രം എന്തിനു മാറ്റി നിർത്തണം? രാഹുലിനെതിരെ കേസില്ല. ജനാധിപത്യ രീതിയിലാണ് മാറ്റി നിർത്തിയത്. കേസെടുക്കട്ടെ, അപ്പോൾ നോക്കാം. CPIM അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF സഹകരിക്കുന്ന കാര്യത്തിൽ ചർച്ച നാളെയാണെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി. UDF യോഗത്തിന് ശേഷം പരിപാടികളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. CPIM BJPയും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായാണ് എല്ലാം നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. കണ്ണൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് LDF ആണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ച അവസാനിപ്പിക്കുന്നതിന്റെ ശ്രമമായാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDFനെ തകർക്കാനുള്ള CPMന്റെ ശ്രമം വിഫലമാവുകയേ ഉള്ളൂ എന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. UDF ഒറ്റക്കെട്ടായി നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.